ഏതൊക്കെ വണ്ടി ഉണ്ടെങ്കിലും ഒരു ഡ്രീം ബിൽഡ് എന്നൊക്കെ പറയുന്നത് അന്ന് നമ്മൾ പറയുന്നത് പടവ് കാലം ഇതില് ഭയങ്കര ആഗ്രഹമായിരുന്നു. 800 ഒരെണ്ണം സ്വന്തമായിട്ടൊരെണ്ണം മേടിക്കണം. അതൊന്ന് മറ്റേ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊണ്ടുനടക്കണം. ബ്രോ അതിന്റെ ബോണറ്റിന്റെ ലിവർ എവിടാ? അവിടെ റൈറ്റ് സൈഡ് താഴെ താഴെ അവിടെ അത് തന്നെ ഒരു ചെറിയൊരു ബട്ടൺ പോലെ. കണ്ടില്ലല്ലേ? കണ്ടില്ലേ? ആ ഡാഷ്ബോർഡിൽ തന്നെ ഭയങ്കര ഇത്. ഓ ഇതായിരുന്നല്ലേ? ഓക്കെ. AC ഇട്ടിട്ട് തുറക്കാം കേട്ടാ, ഇല്ലെങ്കിൽ എഞ്ചിൻ വൈബ്രേഷൻ. AC ഇട്ടിട്ട് തുറക്കാം. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു പുഷ് പോയിരിക്കുന്നുണ്ട്, RPM കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഓ ശരി. AC ഓണാ? AC ഓണാ. മറ്റേ സാധനം LED ഹെഡ്ലാമ്പ്സാ? അലോയ്സ് എത്രയാണ്? 13 ബ്രോഡിക്ക്
ലെറ്റ്സ് ഗോ. എഞ്ചിൻ ബ്രേക്ക് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, പൊടിയുണ്ട്. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാം. പ്രൊജക്ട് കാറാണ്. പ്രൊജക്ട് കാറാണ് വരുന്നുണ്ട്. ഏതാണ്? 1987 മോഡൽ മാരുതി ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 വിന്റേജ് നമ്പർ പ്ലേറ്റ്. മറ്റേ KCT. ഇതേത് വർഷത്തെയാണ്? ഇത് 2003. ടൈപ്പ് 2 ആണ്. ടൈപ്പ് 3യിലേക്ക് ആക്കിയേക്കോ, കൺവേർട്ട് ചെയ്തേക്കോ. ഹെഡ്ലൈറ്റ്സും ഡെയിലൈറ്റ്സും മാത്രമേ വ്യത്യാസമുള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. 4 സ്പീഡോ 5 സ്പീഡോ? 4 സ്പീഡ്. 4 ഉള്ളൂ. ഇതിപ്പോ എന്തൊക്കെയാ പരിപാടി ചെയ്തേക്കുന്നത്? ഇപ്പം ഫുൾ ബോഡി പെയിന്റിങ് ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സിമം സ്റ്റോക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ബാക്കിലൊരു മാർക്കർ ലാമ്പ്, അതായത് 15-ന്റെ ഫോഗ് ലാമ്പ്, റിയർ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ, ഫ്രണ്ട് ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ ഒരു DRL പോലെ ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻസ് അത്രയേ ഉള്ളൂ. ഓഡിയോ ആയിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുള്ള് സ്റ്റോക്കാണ്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ബൾബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെളിച്ചത്തടിച്ചിട്ട് തന്നെ നല്ല തെളിച്ച്. ഹെഡ്ലൈറ്റിന്റെ ബൾബ് 300 വാട്ട്സിന്റെ ബൾബാണ്. ഫ്ലാഷ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല ബ്രൈറ്റ്നസ് ഭയങ്കരമാണ്. പിന്നെ വണ്ടി ഒരു വർഷം നന്നായിട്ട് ഓടിയായിരുന്നു. കുറച്ചാണ് ഓട്ടം കുറവാണ്. പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പം വീണ്ടും പഴയ പോലെ. മുമ്പ് എന്ത് കളറായിരുന്നു? മുമ്പ് ഒരു മോൺബീം സിൽവർ എന്നാണ് കളറിന്റെ പേര്. സിൽവർ അല്ല, എന്നാ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉള്ള ഒരു സിൽവർ. ആ പോകുന്ന വാഗനറിന്റെ കളറിന്റെ കുറച്ച് ലൈറ്റ്. ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് അല്ല, ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബ്ലാക്ക് ഈ വണ്ടി ഒരു പ്രാവശ്യം ബ്ലാക്ക് ആയിട്ടൊന്നും ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം കഴുകി നമ്മൾ ഇറക്കി ഒരു 10 മിനിറ്റ് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് പൊടിയാവും, മൊത്തം പൊടിയാവും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊടിയാവും. അതായത് ഞാൻ പിന്നെ വാട്ടർമാർക്ക്, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വാട്ടർമാർക്ക്. എനിക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. പിന്നെ വാട്ടർമാർക്ക് വന്നു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. അത് ബ്ലാക്ക് വണ്ടിയുടെ ഡാർക്ക് കളേഴ്സ് ഉള്ള വണ്ടി അതെല്ലാം അങ്ങനെ വരും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ വണ്ടിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈക്ക് പാട് വരും. ഞാൻ പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അരച്ച് ആ വെള്ളം വെച്ചിട്ട്, എന്താ വെച്ചാൽ നമ്മുടെ പൈപ്പിലെ വെള്ളത്തിന്റെ പ്രശ്നമാണ്, അല്ലെ കിണറ്റിലെ വെള്ളത്തിന് ഹാർഡ്നെസ് കൂടുതലുള്ള. ഹാർഡ്നെസ്സിനെ മാത്രമല്ല, നമ്മള് എങ്ങനെ വെള്ളം വെച്ചത് വീണാലും അവിടെ പാടുകൾ ഇങ്ങനെ നടക്കും, ചെറിയ വട്ടത്തിലോട്ട്. പിന്നെ അത് പോളിഷ് ചെയ്യും, അന്നേരം തന്നെ തുടച്ച് മൈക്രോഫൈബർ പിടിച്ച് കഴിഞ്ഞാൽ പോകും. പക്ഷെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില നമ്മള് മഴയെ തിട്ടേക്ക് നേരിച്ചു, മഴ കഴിഞ്ഞിട്ട് വെള്ളം വന്നിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഇടത്തില്ലേ. അതുകൊണ്ട് സെറാമിക് എന്തെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുക്കും. വെള്ളം മറ്റേ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആയിട്ട് അങ്ങ് പൊക്കോളും. ഇതിന് ഗ്ലാസ് എല്ലാം ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് മഴയത്ത് വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 5-6 ഗ്ലാസും ബാക്ക് ഗ്ലാസ്, ഇത് 4, ക്വാർട്ടർ ഗ്ലാസ് 2, ബാക്കിലത്തെ ഗ്ലാസ് കൂടെ ചേർത്ത് എല്ലാം ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം 100. അതായത് ബ്ലാക്ക് വണ്ടിക്കകത്ത് ഫിലിം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വണ്ടി ക്യാരക്ടർ മൊത്തത്തിൽ മാറും. ഫിലിം ഒട്ടിക്കുന്നതിന് ഭയങ്കര ശോഭമാണ് വണ്ടി, ഭയങ്കര ഇൻസൈഡ് ഭയങ്കര വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഫിലിം പ്രൈവസിയേക്കാൾ പറഞ്ഞാൽ വണ്ടിയുടെ ഭംഗി വരണമെങ്കിൽ, ഏത് വണ്ടിയായാലും ഇതിന് നല്ലൊരു ഭംഗി വരണമെങ്കിൽ അതിന് ഫിലിം വരണം. അഭിനന്ദനോട് വണ്ടി തന്നെ കണ്ടില്ലേ, ഫിലിം ഒട്ടിച്ചപ്പോൾ വണ്ടി കുറച്ച് വേറൊരു
ഫീലാണ് വണ്ടി കാണാൻ. ബ്രോയുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എന്റെ പേര് അരവിന്ദ്. അഭിനന്ദ്. ഓക്കെ, എന്റെ ഫ്രണ്ടാണ് അരവിന്ദ്. പിന്നെ ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗിലോട്ട് ആക്കിക്കൊള്ളാറുണ്ട്. ഇപ്പൊ 13 ഇഞ്ച് വീലാ കിടക്കുന്നത്. അത് 14 ഇഞ്ച് ഒരു വീലിലോട്ട് മാറാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പവർ സ്റ്റിയറിംഗ് കൂടെ ആക്കിയിട്ട് 14 ഇഞ്ചിലോട്ട് പോവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. എന്റെ സ്റ്റോക്ക് 15 ഇഞ്ച് ഒരു ഒപ്റ്റയുടെ വീൽ ഇരിപ്പുണ്ട്. അത് ഈ വണ്ടിക്കല്ല, വേറൊരു സെന്റിനെടുത്ത. ഇത് ഭയങ്കര റയർ PCD ആയിട്ടുള്ള റയർ PCD ആണ്. 800 വരുന്നത്. 800 സെൻ എസ്റ്റീം. അതൊരു 3-നുമാണ്. 114 PCD സുസുക്കിയിൽ വരുന്നത്. പിന്നെ ഉള്ള നമ്മുടെ ഷെവർലെ ഒപ്ട്ര, മിസ്റ്റുബിഷിയുടെ സിഡിയ, ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ സെയിം ഇതാണ് വരുന്നത്. ഈ 114 PCD വരുന്ന കുറച്ച് വണ്ടികളിൽ ഈ അലോയ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് 15 ഇഞ്ച് വരുന്നത് ഒപ്റ്റയുടെ സിഡിയുടെ വീല് ഇതിനിടാം. 15 വരെ ഇടും. ഇട്ട വണ്ടികളുണ്ട്. പക്ഷെ എത്രത്തോളം അവർക്ക് കംഫർട്ടബിൾ ആണ് എന്നറിയത്തില്ല. ഞാൻ മാക്സിമം ഒരു 14 ഇഞ്ച് വരെ ഇടാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. 13 ഇഞ്ചില് പഴയ കളറിൽ ഈ വീല് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്ക് അടിച്ചിട്ട് ഇതിനകത്ത് സിൽവർ ആക്കിയപ്പോഴത്തേക്കും ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റോക്ക് വീല് ഇതിലോട്ട് മാറിയപ്പോഴത്തേക്കും നല്ലപോലെ സ്റ്റെബിലിറ്റിയിലും ഡ്രൈവ് ഹാൻഡിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടായി. കുറച്ചുകൂടെ വണ്ടി കുറച്ചുകൂടെ പിടിച്ചോടുന്ന ഫീലുണ്ട്. ടയർ സെക്ഷൻ എത്ര വരുന്നത്? ഇത് 155/65 R13, 155, 65, 13. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അലോയ്സിനെ നമ്മുടെ സ്റ്റോക്ക് റിമ്മിനേക്കാൾ വളരെ വെയിറ്റ് കുറവാണ് ഈ അലോയ്സിന്. GTR Pro അലോയ്സ് ആണ് ഇട്ടേക്കുന്നത്. ഇപ്പം ഇതിന് വെയിറ്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് ടയറോഡന്റ് അല്ലെങ്കിൽ ബോൾ ജോയിന്റുകൾ, സസ്പെൻഷൻ അങ്ങനെ കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല. ഞാൻ വണ്ടി മേടിച്ച് ഒരു 2.5 വർഷം കഴിഞ്ഞു. ഈ വണ്ടി എടുത്ത് 2.5 വർഷം കഴിഞ്ഞു. ആ ടൈം മുതൽ, അതായത് വണ്ടി മേടിച്ച് 1000 കിലോമീറ്ററിനകത്ത് ഒരു 15 ദിവസത്തിനകത്ത് വെച്ച് തന്നെ അലോയ്സ് മാറിയായിരുന്നു. ഇതിപ്പോ 3ാമത്തെ സെറ്റ് വീല. ഫസ്റ്റ് മേടിച്ചതും എല്ലാം ലൈറ്റ് വെയിറ്റ് അലോയ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഔട്ടുള്ള അലോയ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ബോഡി ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്, 14 ഇഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കംഫർട്ട് എപ്പോഴും 13 ഇഞ്ചാണ്. 13 ഇഞ്ചാണ് കറക്റ്റ് അപ്പ് സൈസ്. ബോഡി പ്രൊപ്പോർഷൻ വെച്ച് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് 13 ഇഞ്ചാണ്. പിന്നെ എല്ലാ അലോയ്സിന്റെയും ബോഡി ലെവൽ നിൽക്കുന്ന അലോയ്സ് കിട്ടും എല്ലാ സൈസിലും. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എത്രത്തോളം നമ്മള് പിന്നെ വലിവിന് കുറവൊന്നുമില്ല എനിക്ക് അലോയ്സ്. വെയിറ്റ് കുറവായോണ്ടായിരിക്കാം വണ്ടി കയറി പോകും. ഓൾട്ടോയെക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആണ് AC-യില്. പമ്മലോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഒരു പെർഫോമൻസ് ഫിൽറ്റർ ഉണ്ടായിരുന്നു, ഒരു കാനന്റെ പെർഫോമൻസ് ഫിൽറ്റർ ഉണ്ടായിരുന്നു. അത് ഇപ്പം കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഊരി വെച്ച് പിന്നെ ഫിറ്റ് ചെയ്തില്ല. അപ്പം അത് എന്റെ ഫ്രണ്ടിന് തന്നെ ഒരു സെന്റിനകത്ത് അവൻ ഫിറ്റ് ചെയ്ത് ആ ടൈം കൊണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ BMC എയർ ഫിൽറ്റർ ഓർഡർ ചെയ്തേക്കാം. കളർ ചേഞ്ച് ചെയ്തപ്പം ഇവരെ കാണിക്കണോ? RT കാണിക്കണം. RT വണ്ടി ഫുള്ള് സ്റ്റോക്കായി കാണിക്കണം. ഈരകളെല്ലാം ഊരണം. എത്രത്തോളം ചെലവുണ്ടാവും പ്രോസസ്സിംഗ്? കളർ ചേഞ്ച് ചെയ്ത് ഞാൻ ചെയ്തത് ത്രൂ ഏജന്റ് ആണ്. ഏജന്റ് വഴി ചെയ്യുമ്പോൾ 2200 രൂപ ചെലവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് പോവാണെങ്കിൽ ഒരു 1000 രൂപ ആ റേഞ്ചിലൊക്കെ നിൽക്കും. പുതിയ RC ബുക്ക് കിട്ടും. പുതിയ RC ബുക്ക് വരും. കളർ ചേഞ്ച് ചെയ്ത് പുതിയ RC ബുക്ക് വരും. ഇൻസ്പെക്ഷൻ എങ്ങനെ നടത്തുന്നത്? ഇൻസ്പെക്ഷൻ നടത്തുന്നത് നമ്മുടെ നോർമൽ ഒരു പുതിയ വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ എങ്ങനെയാണോ സെയിം പ്രൊസീജിയർ. വണ്ടി രാവിലെ നമ്മൾ കൊണ്ടുപോകണം. അവര് വന്ന് നമ്മള് ഫീസ് അടച്ച പേപ്പറും വണ്ടിക്ക് ഫൈൻ വല്ലതും കൂടെ പോണെങ്കിൽ അതും മാറ്റി നമ്മൾ വണ്ടി അവിടെ കൊണ്ട് ചെന്ന് ഹാജരാക്കണം. എന്റെ വണ്ടിക്ക് നേരത്തെ 1000 ഫൈൻ കൂടെ പോണായിരുന്നു. ഫിലിമിന്റെ തന്നെ. അപ്പൊ ഫിലിമിന്റെ ഫൈൻ സ്വാഭാവികം. ഒരു കേരളത്തിൽ താമസിക്കുന്ന ചൂട് സഹിക്കുന്ന
നമ്മൾ ഫിലിം ഒട്ടിക്കുമ്പോൾ കിട്ടാവുന്ന സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ തരാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകാരം. അല്ല, എനിക്ക് 500 വെച്ചിട്ടാണ്. എന്നെ 2 വട്ടം MVD ആണ് വേണ്ടി ഫോട്ടോ എടുത്തത്. ഈ പോലീസ് പിടിച്ചില്ല. പോലീസ് പിടിക്കണേ 250 ഫൈൻ. MVD ആണ് പിടിക്കുന്നെങ്കിൽ എന്താണ് 500 ആണ് ഫൈൻ. 500 വെച്ചാണ് ഫൈൻ വരുന്നത്. MVDക്ക് 500 ആണ്. പോലീസ് പിടിച്ചിരുന്നില്ല. വലിയ ഫൈനുകളൊന്നും കിട്ടിയിട്ടില്ല ബ്രോ. ഞാൻ എന്റെ പേഴ്സണലില് ഞാൻ പറയുകയാണെങ്കിൽ 1000 രൂപ കുറവാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ ഏകദേശം 36,000 കിലോമീറ്റർ ഓടി. ഒരു വർഷം കൊണ്ട് 36,000 കിലോമീറ്റർ ഓടി. അപ്പം ഫൈൻ കുറവാണത്. എന്നെ അങ്ങനെ പിടിച്ചു ചെയ്തിരുന്നില്ല. ഇട്ടുണ്ടായോണ്ടായിരിക്കും. അതുകൊണ്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്ന 1000 രൂപ വളരെ കുറവാണ്. കൂടുതലുള്ളവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ കൂടുതലുള്ള വണ്ടിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഇവന്റോയ്ക്ക് ഞാൻ ഒരു ഗോവ ട്രിപ്പ് പോയപ്പോ തന്നെ അറൗണ്ട് ഒരു 14,000 രൂപയ്ക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട് ഫിലിമിന് മാത്രം. ഇത് നമ്മുടെ ഫോർച്യൂണറിനകത്ത് 100 ഫിലിമാണ് ഒട്ടി ചെയ്തത് മൊത്തം. അതിനെനിക്ക് തോന്നുന്നൊരു 10-12,000 രൂപ ഫിലിമിന് മാത്രം കിട്ടിയിട്ടുണ്ട്. വണ്ടി 2022-23 വണ്ടിയാണ്. 2 വർഷം കൊണ്ട് 22 ഫസ്റ്റ് വണ്ടിയാണ്. ഏകദേശം 2-2.5 വർഷം കൊണ്ട് ഏകദേശം 70,000 ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഹോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഹോൺ ചേഞ്ച് ചെയ്തേക്കോ. ഹോൺ ചേഞ്ച് ചെയ്തേക്ക. ഹോൺ എല്ലാം ഇപ്പം എല്ലാം അഴിച്ച് റീസെറ്റ് ചെയ്തേക്കോ. ഫുള്ള് വണ്ടി സ്ട്രിപ്പ് ചെയ്ത് ആണ് പെയിന്റ് ചെയ്തത്. അതായത് എല്ലാ പാർട്സ്, അതായത് എഞ്ചിനൊന്നും ചെയ്തിട്ടില്ല. എഞ്ചിന്റെ ആ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഡോർ ബീഡിങ്സ്, പ്ലാറ്റ്ഫോം ഫുള്ള് വണ്ടി കളർ ചേഞ്ച് ബ്ലാക്ക് ആക്കിയേക്കുക. ഇവിടെ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്ലാസുകളെല്ലാം ഇളക്കി അതായത് ഫുൾ റീസ്റ്റോറേഷൻ പോലെ ഇൻസൈഡ് ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി സമയം, അതായത് പെയിന്റിങ് ഒരു വലിയ പ്രശ്നമാണ് പോയി. നമുക്ക് ഒരുപാട് ഡിലേ ആവുന്ന ഒരു സംഭവമാണ് പെയിന്റിങ്. അതേപോലെ 800 പാർട്ട് സോഴ്സിങ്ങും സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. മെനക്കേടണം. ചിലരൊക്കെ നമ്മള് സ്പെയർ പാർട്സ് ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒറ്റ വാക്കി തരും, സാധനമില്ല. അപ്പൊ നമ്മള് ഭയങ്കര പൊട്ടൻഷ്യലായിരിക്കും പോകുന്നത്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ലെങ്കിൽ അതുകൂടെ മേടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്ന് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും നൈസായിട്ട് ഇവര് പറയും സാധനമില്ല, ഇത് വരുന്നില്ല, ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയത്. പക്ഷെ വേറെ കടകളിൽ സാധനമുണ്ട്. കൊല്ലത്ത് ഒരുപാട് കടകളിൽ സാധനമുണ്ട്, നമുക്ക് സോഴ്സ് ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ 2-3 പാർട്സ് ഇതൊക്കെ പുതിയതാണ്. ഇതെല്ലാം ബൂത്ത്മ വഴിയാ ഓർഡർ ചെയ്ത്. ബൂത്ത്മ എല്ലാം ഉണ്ട്. പക്ഷെ പ്രശ്നം തന്നെയാ മാരുതി ജെനുവിൻ സ്പെയർസിന് മാത്രമേ ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ. അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഷോറൂമിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത സാധനം കിട്ടും. ബമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്, ഹെഡ്ലൈറ്റ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയ കോമഡി 2024-23 വാഗനറിന്റെ ഹെഡ്ലൈറ്റ് 2,200 രൂപയുള്ളൂ. മാരുതിയുടെ 2,400 വരെയുണ്ട്. അത് മോട്ടർ ഉൾപ്പെടെ വരുന്നില്ല. മോട്ടറിന് സെപ്പറേറ്റ് 300 രൂപയോ അങ്ങനെ എക്സ്ട്രാ ആവും. മൊത്തം 2,700 രൂപ അടുപ്പിച്ചാണ് ഇവരോട് തിരക്കി. ഇപ്പൊ ഇരിക്കുന്നത് ലുമാക്സിന്റെ ബൾബുകളാണ്. ഹെഡ്ലൈറ്റും ടെയിലൈറ്റും ഇൻഡിക്കേറ്റർ ബൾബുകള് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ മാറുന്നുണ്ട് പെയിന്റ് ചെയ്ത സമയത്ത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. LED ആക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് അല്ലെങ്കിൽ MVD കാണിക്കുമ്പോ പ്രശ്നമില്ല. LED അല്ല, എന്ത് കണ്ടാലും അവര് നമ്മളെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് അങ്ങനെ. അതുകൊണ്ട് അവർക്ക് നിന്ന് സ്റ്റോക്കായി കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് എഞ്ചിൻ തുറന്ന് നോക്കുന്നു, ചേസ് നമ്പരും എഞ്ചിൻ നമ്പരും സെയിം ആണോ, RC ബുക്കാണെങ്കിൽ സെയിം ആണോ നോക്കുന്നു, ബസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരിപാടികളെല്ലാം. അടിപൊളി റോഡാണ്. കറങ്ങിയ കൊടുക്ക കഴിയാൻ നേരം ഇതിപ്പം ഫുള്ള് ടാർ ചെയ്ത് അതുകൊണ്ട് നല്ല റോഡാണ്. പിന്നെ വേറെ ഹൈലൈറ്റ് തന്നെ ഏതൊരു ആക്രിക്കടയിൽ പോയാലും ഒരു 800 കാണും. അത്രയും വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഞാനിപ്പോ എടുത്ത വണ്ടി 1987 മോഡലാണ്.
1987 മോഡലാണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണറാണ് അവർ ഉപയോഗിക്കാതിരുന്ന വണ്ടി. അപ്പൊ നമ്മള് ഫുള്ളി റീസ്റ്റോർ ആക്കണം എന്നുകൊണ്ടിരിക്കും. 100 പ്രോസസ് ആണ്. അതിന്റെ പ്ലാറ്റ്ഫോം എല്ലാം നമ്മൾ മാറി എല്ലാം സെറ്റ് ചെയ്ത്. അല്ല ചേച്ചി, അതാണ് സ്മോക്ക് കയറിയത്. ഫുള്ള് അതിരിയോ സ്മോക്ക് കയറിയത്. ഔട്ട് സൈഡ് ഗ്യാസ് ഓപ്പൺ ആയിരുന്നു. പിന്നെ വണ്ടി മാക്സിമം വൃത്തിയായിട്ടാണ്. ബ്ലാക്ക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രം. പഴയ കളർ വരുന്ന സമയത്ത് ഒരു വിഷയമില്ല. നമ്മള് ഇപ്പം എന്തെങ്കിലും പരിപാടിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി ആകെ ഇത്രേ ഉള്ളൂ. ഒരു തുണി എടുക്കുക, 4-5 ഗ്ലാസ്സിനകത്ത് ഫിലിം ഒടിച്ച ഗ്ലാസ് എല്ലാം അങ്ങ് തുടയ്ക്കുക. തുടങ്ങിയാൽ തന്നെ 95% നമ്മൾ ഹാപ്പി ആയി. കാര്യം ആ ബ്ലാക്ക് അടിപൊളി ആയപ്പോ തന്നെ ഹാപ്പി ആയി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ തലേന്ന് കഴുകിക്കൊണ്ടിട്ടാലും പിടിക്കാം. പിന്നെ വണ്ടിക്ക് അത് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ആക്സിലെല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ലോവർ ആമിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പൊ അത് മാറണം. എൻജിൻ മൗണ്ടിങ് ബുഷ് നേരത്തെ ഞാൻ അടുത്ത് കൊടുത്ത് മാറിയതാണ്. പക്ഷെ അന്ന് അവര് ജെനുവിനല്ല ഉപയോഗിച്ചത്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് എടുക്കും. ക്വാളിറ്റി മോശമായിരിക്കും. ആക്സിൽ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, 800 ഉപയോഗിക്കുന്നവര് എല്ലായിടത്തും പറയാനുള്ളത് നമ്മ ഇപ്പം 1800 രൂപയായിരിക്കാം ഡ്യൂപ്ലിക്കേറ്റിന്. ഒറിജിനലിന് വരുമ്പം ഒരു 400-500 വ്യത്യാസം കൂടുതലാണെന്നുള്ള ഭയങ്കര പ്രൈസ് ഡിഫറൻസ് വരത്തില്ല. പിന്നെ എത്ര ലോക്കൽ ഓടുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ എത്ര പണിയിട്ട് പോയിരിക്കും, ഒറിജിനൽ സ്പെയർ ആണ് എപ്പോഴും നല്ലത്. അതായത് ഒറിജിനൽ സ്പെയർ എപ്പോഴും നല്ലതാണ്. ലാഭത്തിനിടുവാണെങ്കിലും മറ്റേത് 15,000 ഓടുമെങ്കിൽ ഇത് 5,000 ഓടത്തുള്ളൂ. പിന്നെ ഈ 5,000 ഓടും. പിന്നെ ഫ്രണ്ട് വീൽ സൈഡ് മൊത്തം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അലോയ്സ് ഇടാവൂ. ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് ടയർ വെറുതെയാണ്. അലൈൻമെന്റ് വ്യത്യാസം ഉറപ്പായിട്ട് ഫുള്ള് പൊടിയും. പിന്നെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ 5,000 കിലോമീറ്റേഴ്സും സർവീസ് ചെയ്യും, അലൈൻമെന്റ് ചെയ്യും. കറക്റ്റ് 5,000 ആകുമ്പോഴത്തേക്കും ഓയിലുകളെല്ലാം മാറും. രണ്ട് പ്രാവശ്യം സർവീസ് ചെയ്യും. 10,000 കിലോമീറ്റർ 5,000 ആകുമ്പോഴത്തേക്കും എയർ ഫിൽറ്റേഴ്സ് മാറും, സ്പാർക്ക് പ്ലഗ് മാറും, പിന്നെ ഗിയർ ഓയിൽ മാറും. നമ്മളെ ഐറ്റംസ് എല്ലാം മാറി നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യും. ഈ റോഡ് ഈ സൈഡ് ഇത്രയും മോശം ചെയ്യാറില്ല. അത് 1000 റോഡാണ്. ശില്പയുടെ അവിടെ ചെന്ന് പാലത്തിന്റെ എന്ത് സാധനവും ഒറിജിനൽ OEM സാധനം മാക്സിമം OEM മേടിക്കുക. കിട്ടാത്ത പാർട്സ് ഉണ്ട്. പിന്നെ മാക്സിമം എല്ലാം ഓർഡർ ചെയ്താൽ കിട്ടും. ഞാൻ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇപ്പം ഫീഡിങ്ങുകളും ഈ ട്രിംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ താഴെ ചവിടുന്ന ഭാഗത്തൊക്കെ ട്രിംസ് ഉണ്ട്. ആ ട്രിംസ് എല്ലാം ഞാൻ OE എടുത്തത്. ഞാൻ OE സോഴ്സ് ചെയ്തു. ഒരു കുറച്ച് സമയം എടുത്ത് ഒരു 20 ദിവസം എടുത്ത് എന്നാലും സാധനം കിട്ടി. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനം കിട്ടുമ്പോൾ പക്ഷെ കുറച്ച് നമുക്കൊരു സ്നേഹം വേണം വേണ്ടിയാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാലും കുഴപ്പമില്ല, ക്ഷമ വേണം. ഞാൻ ഇതിനകത്ത് ഒരു സാധനം ഒരുപാട് തപ്പി പക്ഷെ കിട്ടിയില്ല. ഒരു ഹോണ്ട സിറ്റിക്ക് സൈഡിൽ മാർക്കർ ലാമ്പുകൾ വരുന്നുണ്ട് പഴയ വണ്ടികൾക്ക്. ഇവിടെ അല്ല, വെളിയിലുള്ള അക്കോർഡിനെല്ലാം വരുന്നുണ്ട്. സ്റ്റാൻലി എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. അതിന് അത് വെക്കണം ഭയങ്കര ആഗ്രഹം, പക്ഷെ അത് കിട്ടിയില്ല. ഉറപ്പായിട്ടും തപ്പിയെടുക്കും, വെക്കും. ഞാൻ മാക്സിമം ആൾക്കാർ ഫ്രണ്ട് ജർമ്മനിയിലുണ്ട്, പുള്ളിക്കാരിയുടെ സാധനം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവള് വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും കൊണ്ടുവരും. സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വരുന്ന താമസം ഒരു 6-7 മാസം വെയിറ്റ് ചെയ്യണം. പിന്നെ ബമ്പറുകളൊന്നും നിങ്ങൾ ആരും സ്ക്രാപ്പിൽ പോയി എടുക്കേണ്ട കാര്യമില്ല.
800 രൂപയ്ക്ക് എല്ലാവർക്കും സ്ക്രാപ്പിൽ പോയ 1000 രൂപ കൊടുക്കണം ബമ്പറിന്. ഒരു 1000 രൂപ എന്തായാലും സ്ക്രാപ്പിൽ പോയാൽ കൊടുക്കണം. പക്ഷെ പുതിയ ബമ്പറിന് 1400 രൂപ 1400-1500 രൂപയുള്ളൂ ബമ്പറിന്. ബാക്ക് ബമ്പറിന് ഫ്രണ്ടിനേക്കാൾ 50 രൂപ കുറവാണ്. അതാണ് വ്യത്യാസം. പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റും? ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, പവർ ബ്രേക്ക് ആക്കാം. പക്ഷെ പവർ ബ്രേക്ക് ആക്കുമ്പോൾ പ്രശ്നം വന്നാൽ വണ്ടിക്ക് വെയിറ്റ് കുറവാണ്. അപ്പം ബൈ ചാൻസ് ഉപയോഗിച്ചവരെ എന്ത് പറയാ ചിലപ്പോ എടുത്തെറിയാനുള്ള ചാൻസ് ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. കാര്യം ABS കാര്യങ്ങളോ അതായത് എടുത്ത് വാരിക്കളയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. 800 ഓൾറെഡി ഉള്ള ബ്രേക്ക് ഈ വണ്ടിക്കുള്ള ബ്രേക്ക് ഉണ്ട്. അതായത് പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കയറുന്ന ഒരാൾക്ക് ബ്രേക്ക് കുറവാണ്. റോയ്ക്ക് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് ഇത് ചവിട്ടുമ്പോ എഞ്ചിൻ ബ്രേക്കിംഗ് കൂടെ യൂസ് ചെയ്ത് നിർത്താൻ പറ്റൂന്നുള്ളൊരു തോന്നുന്നില്ല. പക്ഷെ ബ്രേക്കിൽ നിൽക്കും. നമ്മൾ അതിനനുസരിച്ച് പവർ കൊടുക്കണം. കാലിൽ നമ്മൾ കുറച്ച് പ്രഷറൈസ് ചെയ്ത് ചവിട്ടിയാൽ മാത്രമേ നിൽക്കത്തുള്ളൂ. നല്ല സുഖമാണ് വണ്ടി. അത്യാവശ്യം പവറുണ്ട്, കയറി പോകും. പിന്നെ എവിടെയും പണിയാം. വഴിയിലായി കഴിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പിലും റിപ്പയർ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ബേസിക് നോളജ് എന്തോ ലൈറ്റിനെ പറ്റി കാണും. പിന്നെ ഓടിച്ചു പഠിച്ചത് ഞാൻ എന്റെ വീട്ടിൽ പഴയ നേരത്തെ എനിക്ക് 1 വയസ്സുള്ള 800 ഉണ്ട്. ഇതല്ല പല പല വണ്ടിയുടെ അച്ഛൻ പുറത്താണ്. പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും വണ്ടി എടുക്കും, പോകുമ്പോ കൊടുക്കും. കുഞ്ഞിനെ പോലെ വീട്ടിൽ 800 ഉണ്ട്. അപ്പം നമുക്ക് കാണത്തില്ലേ നമ്മളൊരു ഏതൊക്കെ വണ്ടി ഉണ്ടെങ്കിലും ഒരു ഡ്രീം ബിൽഡ് എന്നൊക്കെ പറയുന്നത് അന്ന് നമ്മൾ പറയുന്നത് പടവുകാരെ ഇതില് ഭയങ്കര ആഗ്രഹമായിരുന്നു. 800 ഒരെണ്ണം സ്വന്തമായിട്ടൊരെണ്ണം മേടിക്കണം. അതൊന്ന് മറ്റേ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കൊണ്ടുനടക്കണം. ഡെയിലി ഡ്രൈവാണ് കാർ. ഡെയിലി ഉപയോഗിക്കും, ഒരു കംപ്ലൈൻസും ഇല്ല. ഡെയിലി ഡെയിലി ഒരു 40-50 കിലോമീറ്റർ ഒക്കെ ചില ദിവസം ഓടാറുണ്ട്. ഡെയിലി ഓടാറുണ്ട്. മിനിമം ഒരു 15 കിലോമീറ്റർ പ്ലസ് എന്തോരം ഓടാറുണ്ട്. മനസ്സിലാവുമല്ലോ, ഒരു വർഷം 16,000-14,000 കിലോമീറ്റർ ഒക്കെ ഓടുക അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. പിന്നെ ലോങ് ഓടാറുണ്ട് ഞങ്ങളെല്ലാവരും.